ചേച്ചി പുതിയ വീടിൻ്റെ പാലുകാച്ചലാണെന്ന് എന്താണ് പറയാനുള്ളത് ചേച്ചി ഈ സന്ദർഭത്തിൽ? സന്തോഷമുണ്ട്. സന്തോഷത്തിലേറെ ദുഃഖം തന്നെയാണ്. കാരണം സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. ഇതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ കൂട്ടത്തിൽ സുധിച്ചേട്ടൻ്റെ ആത്മാവ് എന്തായാലും സന്തോഷിക്കും. ചേച്ചി, നിങ്ങളുടെ ഇതൊരു സ്വപ്നമായിരുന്നു. സുധിച്ചേട്ടനും ചേച്ചിയും കൂടി ഉണ്ടായിരുന്ന സമയത്തും ഒരുമിച്ചിരുന്ന് നിങ്ങൾ കണ്ടൊരു സ്വപ്നമാണ് വീടുന്നത്. അപ്പം സുധിച്ചേട്ടൻ്റെ വേർപാട് വളരെയധികം വിഷമിക്കുകയാണെങ്കിലും ഈ ഒരു നിമിഷം ശരിക്കും സുധിച്ചേട്ടൻ സന്തോഷിക്കുന്ന സമയം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും സുധിച്ചേട്ടൻ്റെ ആത്മാവ് സന്തോഷിക്കുന്ന സമയം തന്നെയാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് സഹകരിച്ച ആൾക്കാരൊക്കെ വേണ്ടി ആരൊക്കെയാണ് അതിനായിട്ട്? ഏട്ടൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ നമ്മുടെ കൂടെ സുധിച്ചേട്ടൻ്റെ കുടുംബം തന്നെ, ഫ്ലവേഴ്സ് കുടുംബം 24 എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നില്ല. വീട് തരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ KHDC ഫിറോസിക്കാരുടെ നേതൃത്വത്തിലുള്ള KHDCക്കുള്ള ഹോം ഡിസൈൻ അവർ നമ്മൾ വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് 24 അറിയിച്ചു. അങ്ങനെ അവരാണ് ഇപ്പം നമുക്ക് വീട് തന്നപ്പോൾ സ്ഥലമില്ലായിരുന്നു. സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലങ്ങളിൽ അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് ബേസ്മെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ വീട് ഇവിടെ ഇങ്ങനെ വന്നത്. അതിൻ്റെ കുറേ പേരുടെ എല്ലാവരുടെയും കൂടെ, അതുപോലെ മാസംഘടന എല്ലാം കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വീട്. KHDC അംഗങ്ങളും എല്ലാവരും എല്ലാവരും ഉണ്ട് കൂടത്തിൽ, നമ്മുടെ കൂടെ ഉണ്ട്. പിള്ളേരെ പഠിപ്പിക്കുന്ന ഇപ്പം മോന് അഡ്മിഷൻ എടുത്ത് കൊടുത്ത് ഫ്ലവേഴ്സ്, അവന് ആനിമേഷൻ പഠിക്കുകയാണ്. കൊല്ലത്താണ് അവൻ്റെ കോളേജ്. ഈ നേരത്തെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ലേ, വീട് പണിയാൻ നേരത്തെ ഫ്ലവേഴ്സൊന്നും പങ്കുചേർന്നില്ല? വിവാദങ്ങളോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു നല്ല സൽക്കർമ്മം നടക്കാൻ പോകില്ല, അപ്പം നമ്മൾ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇത്രയും നല്ലൊരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകും. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കൊണ്ടേ ഇരുന്നോട്ടെ, എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നു, നമുക്കതൊന്നും വിഷയമല്ല. നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം, അത്രേ ഉള്ളൂ. പിന്നെ സുധിച്ചേട്ടന് നമ്മളെ അറിയാം, പിന്നെ സത്യം അറിയാവുന്നവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. സന്തോഷമുണ്ട്, വിഷമമുണ്ട്, ഇല്ലാത്തതിൻ്റെ ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നല്ലോ ഒരു വാടക വീട്ടിൽ നിന്നൊരു സ്വന്തമായിട്ടുള്ള വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത്? ഞാനിപ്പോൾ അച്ഛനില്ലാത്തതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഇപ്പോൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പം അരീന ആനിമേഷൻ എന്ന് പറഞ്ഞ ഇവിടെ ആനിമേഷൻ VFXനായിട്ട് കയറിയിട്ടുണ്ട്. 3 വർഷത്തെ കോഴ്സാണ്. കോഴ്സ് ഫുള്ള് ആരെ സ്പോൺസർ? ഫ്ലവേഴ്സ് തന്നെ. ഗൂഗിളും ഗോപാൻ സാറും അനുബലും ഇത് കഴിഞ്ഞ് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടോ? പഠിച്ച് കഴിഞ്ഞിട്ട് അല്ല, കല്ലിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീടിന് സ്ഥിതിയിലെന്ന് പേരിടാൻ കാരണം എന്തായിരിക്കും? നമ്മളല്ല ഇട്ടത്, KHDCയിലെ അംഗങ്ങൾ തന്നെ അവർ നല്ലൊരു പേര് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ നല്ലതല്ല. അപ്പം നമ്മൾ നോക്കിയപ്പോൾ നല്ലതാണ്. ആരാ? ലക്ഷ്മി നക്ഷത്രക്കാരാണ്. ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു, ഇനോഗ്രേഷൻ ഉണ്ട് ഇന്ന്, പിന്നെ ഒരു ദിവസം ആൾ വരും. അവൾ വന്നില്ലെങ്കിലും അവളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇന്നലെയും പറഞ്ഞിരുന്നു കൊല്ലത്താണ് ഇനോഗ്രേഷൻ ഇന്നായിരുന്നു, അത് നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ ആൾ ചിന്നു പിന്നീട് ഒരു ദിവസം വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ചിന്നുവിനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ പിന്നെയും നടക്കുന്നു. വിവാദങ്ങളോടൊന്നും ഞാൻ പ്രതികരിക്കും. അല്ല, ശരിക്കും ചിന്നുവിന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അതെ, ചിന്നുവിന്റെ ആഗ്രഹമായിരുന്നു നല്ലൊരു വീട്. അതിനെപ്പറ്റി ചിന്നു എന്തെങ്കിലും ചേച്ചിയോട് സംസാരിക്കുക? നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ എല്ലാ കാര്യം ഞാൻ ഉടനെ എത്തിയേക്കാം. ഇതിപ്പോൾ ഇനോഗ്രേഷൻ നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അതൊരിക്കലും അല്ല, ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇന്റർവ്യൂവിലും ഞാനത് വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് ചിന്നുവിന് അത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്ന യഥാർത്ഥമാണ് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. ചിന്നു ചെയ്യുന്നതിന് മുമ്പ്, വീഡിയോ എടുക്കുന്നതിന് മുമ്പൊക്കെ ചേച്ചിയോട് സംസാരിച്ചായിരുന്നു ഇങ്ങനെ സുധിയേട്ടൻ്റെ ഇങ്ങനെ ഇപ്പം പെർഫ്യൂം ഉണ്ടാക്കിയ സമയത്ത്? ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതെ, ഞാനാ പറഞ്ഞത് ചിന്നുവിനോട്. പക്ഷെ അത് ചിന്നു ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ട്രോളിപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും എന്തെങ്കിലുമൊക്കെ ട്രോള് വരുമല്ലോ. ഈ ചിന്നിന്റെ വണ്ടി എടുത്ത സമയത്ത് സുധിച്ചേട്ടൻ ട്രോളൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം സത്യം നമുക്കറിയാം. ചേച്ചിയുടെ ഓർമ്മകൾ എന്തൊക്കെയാ ഈ സുധിച്ചേട്ടൻ്റെ വീടിന്റെ സ്വപ്നങ്ങളുടെയൊക്കെ?
സുധിച്ചേട്ടൻ്റെ ഒരു ചെറിയ വീടായിരുന്നു. സുധിച്ചേട്ടൻ എപ്പോഴും പറഞ്ഞു ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ട്, ഒരു ഹോള്, 2 മുറി, അടുക്കള, ബാത്റൂം. അതാണ് ആളുടെ ആഗ്രഹമായിരുന്നു. അതിലും മേലെ, അതുക്കും മേലെ എന്ന് പറഞ്ഞാൽ അതിലും മേലെയാണ് KHDC ഇപ്പോൾ പണിതുകൊണ്ട് ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള KHDC ഒരു ഒത്തൊരുമ കൂട്ടായ്മ പണിതുന്ന വീട്. ഒരു സ്വപ്നത്തിൻ്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് സുധിച്ചേട്ടന്. ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല, അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം. വീട്ടുകാരൊക്കെ എങ്ങനെയാണ്? കൊല്ലംകാർ വരും, രാവിലെ വരും. എല്ലാം ജോലി തിരക്കായതുകൊണ്ട് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല. എല്ലാവരും ജോലിയാണ്, അമ്മയ്ക്കാണ് കഴിയുക. പിന്നെ എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും, വരാറുമുണ്ട്. ഇന്നിപ്പം വരും എല്ലാവരും. ജോലി ആയിട്ടില്ല, അങ്ങനെ ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ വരുന്നു. അല്ലല്ലോ, പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നാണത്. സർക്കാർ എംപ്ലോയ്മെന്റ് വഴിയേ ചെയ്യാത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞിട്ടാണ് വീട് കണ്ടത്? മുന്നേ ഇല്ല, പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് കണ്ടത്. ചേച്ചിയുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടായോ? ചോദിച്ചൊന്നുമില്ല. ഇല്ല, നമ്മളൊന്നും അങ്ങനെ ഇടപെട്ടിട്ടില്ല. അവരുടെ ഇഷ്ടം, നമുക്കത് സന്തോഷം. ചേച്ചിനെ സ്നേഹിക്കുന്നവരോട് എന്താ പറയുക? എന്നെ സ്നേഹിച്ചില്ലെങ്കിലും സുധിച്ചേട്ടനെ മക്കളെ സ്നേഹിക്കുക, അത് മതി നമുക്ക്. ഈ ഫ്ലവേഴ്സിൽ ഈ അടുത്തൊരു താരം മിമിക്രി സുധിച്ചേട്ടൻ്റെ ചെയ്തപ്പോൾ അസീസിക്ക കരഞ്ഞ ഒരു രംഗം കണ്ടിരുന്നു. അതെ, അത് കണ്ടപ്പോൾ കണ്ണട ചേട്ടപ്പോൾ സുധിച്ചേട്ടൻ്റെ ചില വാക്കുകളാണ് പേയ്മെന്റ് എന്ന് പറയുന്നത്, മാട്ടപ്പരിപാടി, ഇതൊക്കെ ചേട്ടൻ്റെ വാങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അതിനോട് കോണ്ടാക്ട് ചെയ്തായിരുന്നു മെസ്സഞ്ചർ ബേസിൽ. അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞ പോലെ സന്തോഷം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മിണ്ടിയായിരുന്നു. ഒരുപാട് സന്തോഷം അതങ്ങനെ ചെയ്തപ്പോൾ. അതിനോട് നമുക്ക് സുധിച്ചേട്ടൻ്റെ സൗണ്ട് വീണ്ടും കേട്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ണടച്ചത് കേൾക്കാറുണ്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കിച്ചുവിന് എന്നോട് പറഞ്ഞിട്ടില്ല. കിച്ചുവിന് ഈ ആനിമേഷൻ ഫീൽഡായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് സുധിച്ചേട്ടൻ അറിയാം. അതാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഇഷ്ടം. അതുപോലെ കുഞ്ഞതിനെ പൈലറ്റ് ആക്കണം. അവനിപ്പോൾ 5 വയസ്സേ ഉള്ളൂ, ആക്കണമെന്നായിരുന്നു പറയുന്നത്. ഓക്കെ.